ഞാനൊരു കാഴ്ച കാണിക്കാം. ഇന്ന് ഞാൻ കണ്ട കാഴ്ചയാണ്. അല്പം അഭിനയിക്കേണ്ടി വന്നു എനിക്കും. ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഓഫീസിലെ സ്റ്റാഫുകൾ, തൊട്ടപ്പുറത്തുള്ള ഗവൺമെൻറ് ഓഫീസിലെ സ്റ്റാഫുകൾ ഓടി വളരെ ധൃതി വെച്ച് പോകുന്നു. താഴെ ഒരു സ്ത്രീ വയ്യാതെ കിടക്കുന്നു, അവർക്ക് തലകറങ്ങി വീണാന്ന് പറയുന്നു. ഉടനെ പഞ്ചസാര കൊണ്ടുപോകുന്നു, ചോക്ലേറ്റ് മിഠായി കൊണ്ടുപോകും, കേക്ക് കൊണ്ടുപോകും, നാരങ്ങ വെള്ളം കൊണ്ടുപോകും. അങ്ങനെ ഇവിടെ നിന്ന് ഓട്ടമാണ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അതായത് ശരിയായിരിക്കും. ഞാനും അവിടെ ഓടിച്ച് നോക്കി എന്താ സംഭവം അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഈ നഗരത്തിൽ ഞാൻ സ്ഥിരമായി കാണുന്ന കാഴ്ചകളിൽ ഒരു കാഴ്ചയാണത്. ഈ കാഴ്ച കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പ്രത്യേകിച്ച് പത്തനംതിട്ട നഗരത്തിൽ രാത്രിയിലൊക്കെ ഇത്തരം ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. അവരുടെ സ്വഭാവം ഏകദേശമൊക്കെ എനിക്കറിയാം. ഇവരേക്ക് പലരും എനിക്കറിയുകയും ചെയ്യും. എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി, ഇതൊരു അസുഖം വന്ന് കിടക്കുകയല്ല. എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ അടുത്തുകൂടി അപ്പോൾ ബാഗ് തുറന്നു, ചെറിയ സഞ്ചി നോക്കുക. സഞ്ചി തുറന്നു എന്നെ ID പ്രൂഫ് കാണിക്കുകയാണ്. വീട്ടിൽ പോകാൻ വേണ്ടി പൈസ ഇല്ല. ഈ കരച്ചിലും കാണണം. ആര് കണ്ടാലും നമ്മൾ കണ്ട് കരഞ്ഞു പോകും. വയ്യാന്നല്ലോ. மவளுக்கு ரெண்டாவது மகளுக்கு மகள் கல்யாணம் கழிச்சு அவளுக்கு 2 ஆண் மக்களா. ரெண்டாவது மகளுக்கு நிச்சயம் உண்டு. மகன் மெட்ராஸ்ல உண்டு. അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ സഞ്ചിക്കകത്ത് സാധനം എന്തെങ്കിലും കാണുന്നതായിട്ട് നമുക്കറിയാം. ഞാൻ കൈയിട്ട് സഞ്ചിക്കകത്ത് ഒരു കുപ്പിയാണ്. അതാണ് ഈ കാണുന്ന സാധനം. ഇതെന്നെ ഇരിക്കേ? ജമൈക്കൻ മാജിക് സൂപ്പർ. പിന്നെ നടന്ന സീൻ നിങ്ങൾ കാണുക. അവസാനം പുള്ളിക്കാരിക്ക് നിൽക്കണില്ലാത്ത അവസ്ഥയായി. ആദ്യം കരഞ്ഞു കാണിച്ചു, പിന്നെ അവസാനം അവരുടെ ചിരി കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് അറിയാം. അല്പം എനിക്കും അവരോടൊപ്പം നിന്ന് അഭിനയിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ പിന്നെ അവര് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മോട് ഇങ്ങോട്ട് ഷെയർ ചെയ്തില്ല. കുപ്പി എടുത്തേക്ക് തരികയും വേണമെങ്കിൽ ചേർത്ത് അടിച്ചോളാന്ന് പറഞ്ഞു. ടച്ചിങ്ങിനുള്ള സാധനം തന്നു. വെള്ളം മാത്രം സാറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇത്രയും അവിടെ ഈ സീനിനകത്ത് സംഭവിക്കുകയും ചെയ്തു. കണ്ടു നോക്കുക. எப்படி இருக்கு இது? ரம்மா சாரு வேலையடிச்ச வேற குப்பி ஓட்டுவாடே, காசு ஓட்டுவாடே. எப்படி இருக்குது? வெள்ளம் கொண்டு வேணும். இந்த பாட்டு എന്നാണ് സാർ ടച്ചിങ് ഇരിക്കയാ? ടച്ചിങ് ഉണ്ടോ? ടച്ചിങ് ഇരിക്കേ. ഞാൻ പാട്ട് കൂടെ ഇതെന്താണ്? ഇത് ഹോസ്പിറ്റലിലേക്ക് ഇതൊക്കെ ഇരിക്കട്ടെ. ഇതൊക്കെ അല്ലേ ഹോസ്പിറ്റൽ. വേണോ? ചെറുത് വേണോ? ചെറുത് വേണോ? മാറ്, എനിക്ക് തരാം. ടച്ചിങ് ഉണ്ട്. പാട്ട് എനിക്ക് വരാനുണ്ടോ? ടച്ചിങ് ഇരിക്കേ. മഴ ഇരിക്കേ. ഗ്ലാസ് കൊണ്ടുപോയേ. അവിടെ ഗ്ലാസ് കൊണ്ടു. ജമൈക്ക നിങ്ങൾക്കാർക്കും തരാതെ സാറിന് മാത്രം തരും. വേറെ ആർക്കും തരാതെ സാറിന് മാത്രം തരുവേ. നിങ്ങൾക്ക് ആർക്കും തരാതെ അത് കൊണ്ടുപോകണം. തരും സ്വല്പം 30. ഊരിപ്പോ പൊതി ഇരിക്കേ. 2 പൊതി. പൈസ വേണമോ? വൈകിട്ട് വരെ നമുക്ക് കുപ്പി ഷെയർ കേട്ടില്ലേ? ഇങ്ങനെയുള്ളവർക്ക് പൈസ കൊടുക്കുകയോ സഹായിക്കാറോ തയ്യാറാകരുത്. ഈ നഗരത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം പേരുണ്ട്. ആണുമുണ്ട്, പെണ്ണുമുണ്ട്. കരഞ്ഞുകൊണ്ട് നമ്മളടുത്ത് എത്തും. എന്നിട്ട് നമ്മൾ വല്ലതും പൈസ കൊടുക്കും. 10 രൂപയായിരിക്കും. 10 പേരുടെ നിന്ന് 10 രൂപ വീതം വാങ്ങിച്ച് എത്രയാവും? ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് ഇവർ എപ്പോഴും ബീവറേജിൽ പോയി ആണായാലും പെണ്ണായാലും ശരി ഈ മദ്യം വാങ്ങിച്ച് യാതൊരു വെളിവുമില്ലാതെ കിടക്കുന്നത് ഞാൻ കാണാറുണ്ട്. പ്രത്യേകിച്ച് ആണുങ്ങൾ. എൻ്റെ ഈ ഓഫീസിൽ താഴെ ധാരാളം പേര് ഒന്ന് ഉച്ചയ്ക്കിരിക്കുന്ന കാണാം. ഇവരൊക്കെ ഈ നഗരത്തിൽ പലപ്പോഴും വന്ന് 10 രൂപ ചോദിക്കും. 10 രൂപ നമ്മൾ കൊടുത്തു. പക്ഷെ ആ 10 പേരുടെ നിന്നല്ലെങ്കിൽ ഒരു ദിവസം ഇവര് ഇങ്ങനെ വരും. ഒരു 500 രൂപയ്ക്ക് മുകളിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഇതെല്ലാം ബീവറേജിൽ കൊടുക്കുകയും ചെയ്യും. അവിടെ കൊണ്ടും തീരുന്നില്ല.
ഈ ബസ് സ്റ്റോപ്പുകളിൽ മിക്കവാറും നോക്കുമ്പോൾ കാണാം ഈ അവിടെ കിടക്കുന്നു, യാതൊരു തുണി പോലും ഇല്ലാതെ കിടക്കുന്ന കാഴ്ചയുണ്ട്. ഇവരെയൊന്നും പോലീസ് പിടിക്കില്ല. കാരണം പോലീസിന്റെ ബാധ്യതയാണ്. അവർ പിടിച്ചാൽ ഇവരെങ്ങോട്ട് കൊണ്ടിടും. ഇവരെ പിടിച്ചുകൊണ്ട് പോയ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് വൈകിട്ട് വിടാനേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളവരെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഇവരെ റെസ്ക്യൂ ചെയ്ത് എവിടെയെങ്കിലും പാർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇവർ സമൂഹത്തിൽ വലിയ അപകടകാരികളാണ്. ഇവർ ആണെന്നോ പെണ്ണെന്നോ ഇല്ല. ഇതൊരു കാഴ്ച, ഒരു ചെറിയ കാഴ്ച എനിക്ക് കിട്ടിയതാണ്. ഞാനത് ഷെയർ ചെയ്യുകയാണ്. ഇത് മൊത്തത്തിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ ഇവരുടെ സ്വഭാവം മനസ്സിലാവും. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട.